മത്സ്യകൃഷി വേറിട്ട രീതിയിലാക്കി മെച്ചപ്പെട്ട വരുമാനം കണ്ടെത്തുന്ന ഒരു കർഷകനുണ്ട് അടിമാലിയിൽ. കോയിക്കാർപ്പെന്ന മത്സ്യങ്ങളെ വളർത്തി എക്സ്ട്രാസി റൈഡിലൂടെ വിനോദസഞ്ചാരികളെ ആകർഷിച്ചാണ് അടിമാലി ചാറ്റുപാറ സ്വദേശിയായ ജോൺ പൊറ്റാസ് തന്റെ പൊറ്റാസ് ഫണ്ട് ഫാമിലൂടെ വരുമാനം കണ്ടെത്തുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച മത്സ്യകൃഷി പതിയെ ഇന്നത്തെ നിലയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഹൈറേഞ്ച് മേഖലയിൽ മത്സ്യകൃഷി നടത്തുന്ന കർഷകർ ധാരാളമുണ്ട്. എന്നാൽ ജോൺ പൊറ്റാസിനെ പോലെ മത്സ്യകൃഷി വേറിട്ട രീതിയിലാക്കി വിജയം കൈവരിച്ച കർഷകർ ചുരുക്കമായിരിക്കും. എല്ലാ കർഷകരെയും പോലെ ഭക്ഷ്യയോഗ്യമായ മത്സ്യങ്ങളെയായിരുന്നു ജോൺ പൊറ്റാസും തൻ്റെ കൃഷിയിടത്തിലെ കുളത്തിൽ ആദ്യം നിക്ഷേപിച്ചത്. പക്ഷേ പ്രതീക്ഷിച്ച വരുമാനം ലഭിച്ചില്ല. ഇതോടെയാണ് വിനോദസഞ്ചാരികൾ കടന്നുവരുന്ന പ്രദേശത്ത് മത്സ്യകൃഷി തന്നെ എന്തുകൊണ്ട് മറ്റൊരു രീതിയിൽ ആക്കിക്കൂടാ എന്ന ചിന്ത ജോൺ പൊറ്റാസിനുണ്ടായത്. അതോടെ ഭക്ഷ്യയോഗ്യമായ മത്സ്യങ്ങളെ ഉപേക്ഷിച്ച് ജോൺ കുളത്തിൽ കാണാൻ കൗതുകം ജനിപ്പിക്കുന്ന കോയിക്കാർപ്പ് ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളെ നിക്ഷേപിച്ചു. പതിയെ മനുഷ്യരുമായി അടുത്തിടപഴകുന്ന രീതിയിലേക്ക് മത്സ്യങ്ങളെ മാറ്റിയെടുത്തു. അങ്ങനെ എക്സ്റ്റാസി റൈഡിലൂടെ സഞ്ചാരികളെ ആകർഷിക്കുന്ന പൊറ്റാസ് ഫണ്ട് ഫാമായി ജോൺ പൊറ്റാസിന്റെ കൃഷിയിടം മാറി. ഈ കൃഷിക്കൊന്നും കാര്യമായി പണിയാനാളില്ലാത്ത അവസ്ഥ വന്നപ്പോൾ, കർഷക തൊഴിലാളി ക്ഷാമം രൂക്ഷമായി വന്നപ്പോൾ ഈ ഭാഗം മീൻ കൃഷിയിലേക്ക് മാറ്റി. മീൻ കൃഷി പലവട്ടം പല രീതിയിൽ പരിശ്രമിച്ച് നോക്കിയെങ്കിലും ഒക്കെ പരാജയപ്പെടുകയാണ് മറ്റു കൃഷികളെ. 2018 ഒരു പുതിയ ലൈനിൽ മത്സ്യകൃഷി നടത്തണമെന്നെനിക്ക് തോന്നി. അതായത് തിന്നാൻ വേണ്ടി അല്ലാതെ കൗതുകത്തിനു വേണ്ടി, ആനന്ദത്തിനു വേണ്ടി, എൻജോയ്മെൻറ്റിനു വേണ്ടി മീൻ കൃഷി നടത്തുക. അങ്ങനെ 5000 കോയിക്കാർപ്പ് വർണ്ണമത്സ്യങ്ങളെ കൊണ്ടുവന്നു. എക്സ്റ്റാസി റൈഡ് ആസ്വദിക്കാൻ ഇന്ന് സഞ്ചാരികൾ ധാരാളമായി ജോൺ പൊറ്റാസിന്റെ ഫാമിലേക്ക് എത്തുന്നുണ്ട്. കൃഷിയിടത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ചെറു തടാകത്തിലേക്ക് കാൽ നീട്ടിയാൽ കോയിക്കാർപ്പ് മത്സ്യങ്ങൾ പൊതിയും. കൗതുകമുള്ള ഈ കാഴ്ചയ്ക്കൊപ്പം മത്സ്യങ്ങളെ തൊടുകയും ചിത്രങ്ങൾ പകർത്തുകയുമൊക്കെയാകാം. എക്സ്റ്റാസി റൈഡിനൊപ്പം ചെറു തടാകത്തിലൂടെ ചങ്ങാടത്തിലൂടെയുള്ള യാത്രയ്ക്കും ഏതാനും ചില വാട്ടർ ആക്ടിവിറ്റീസിനും ഫാമിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. പരാജയപ്പെട്ട ഒരു രീതിക്ക് പകരം പുതിയതെന്തെന്ന ചിന്തയാണ് ഇന്നത്തെ വിജയത്തിന് പിന്നിലെന്ന് ഇടുക്കിയിലെ ആദ്യ ലൈസൻസ്ഡ് പൈലറ്റ് കൂടിയായ ജോൺ പൊറ്റാസ് പറയുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.